ഓണാണ്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സെൻട്രൽ അവരുടെ വിഷമം തോന്നിട്ടാ. സോറി. ശരി. ശരിക്കും നമ്മൾ പറയുന്ന പോലെ 2 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് 900 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. നമുക്കിതുവരെ പ്രത്യേക ഒരു ഫണ്ട് ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിലേക്ക് കിട്ടിയിട്ടില്ല. ഈ 4 മാസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളോട് തിരിച്ച് ഞാൻ ഇതിനു മുമ്പ് വന്നതൊരു ഇതേപോലെ തന്നെ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അറിയാലോ മിനിസ്റ്റർ, എന്താണ് ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ? അല്ല, ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരളത്തിനുള്ള അഭ്യർത്ഥന, ചൂരൽമലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് തരാൻ പറ്റില്ല എന്നങ്ങ് വൃത്തിയായി പറഞ്ഞാൽ മതി. അപ്പോൾ പ്രശ്നം തീരും. ഇത് കേരളത്തെ വീണ്ടും അപമാനിക്കരുത്. ചൂരൽമലയിൽ മനുഷ്യർ ഒരു തവണ മരിച്ചുപോയതാണ്. ജീവിച്ചിരിക്കുന്നവരെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നത്. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് കേരളം ഈ കാര്യത്തിൽ പോയിട്ടുള്ളത്. ഓഗസ്റ്റ് 9-ാം തീയതി IMCTയുടെ സംഘം വന്ന് കേരളം പരിശോധിച്ചപ്പോൾ ഓഗസ്റ്റ് 10-ന് തന്നെ കേരളത്തിൽ ഉണ്ടായ നഷ്ടങ്ങളും ചെലവാകാൻ പോകുന്ന സംഖ്യയും സംബന്ധിച്ച് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ 1202 കോടി രൂപയുടെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി. അതൊരു ആഗസ്റ്റ് 17-ന് ആ മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകി. കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ ദുരന്ത നിവാരണ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. അതിനവർ എൻഡോസ് ചെയ്തുകൊണ്ട് അക്നോളജ്മെൻറ്റ് നൽകി. ആഗസ്റ്റ് 23-ന് ഈ മെമ്മോറാണ്ടം കോടതി ആവശ്യപ്പെട്ടപ്പോൾ കോടതിയുടെ കൊടുത്തു. കോടതിയുടെ ഓംബുഡ്സ്മാൻമാർ ഇത് പരിശോധിച്ച് ഇത് ഏറ്റവും ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേ നിവേദനത്തിൻ്റെ റിമൈൻഡറുമായി വീണ്ടും പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി. അതിനുശേഷം കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രതിനിധി ശ്രീ KV തോമസ് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ കാര്യം കാണിച്ചുകൊണ്ട് പ്രത്യേക കത്ത് നൽകി. അവിടെയും പരിശോധിക്കാം എന്ന് പറഞ്ഞു. നിത്യാനന്ദ റായിയുടെ മറുപടിയിലോ സുമോമോട്ടോ ഹൈക്കോടതി വെള്ളിയാഴ്ചകളിൽ കൂടുന്ന കോടതിയിലോ കേരളം ഏതെങ്കിലും വിധത്തിലുള്ള മെമ്മോറാണ്ടം നൽകിയിട്ടില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം ആഗസ്റ്റ് മാസത്തിൽ മാത്രം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അതും കേരളം സമർപ്പിച്ചു. ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന് പണം അനുവദിക്കാൻ പറ്റുന്നില്ല? പണം വേണ്ട, പോട്ടെ. കേരളത്തിൻ്റെ ചൂരൽമല ദുരന്തത്തിൽ ആദ്യ ദിവസം മുതൽ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ 3 കാര്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല. ഒന്ന്, സെക്ഷൻ 13 പ്രകാരം അവിടുത്തെ പാവപ്പെട്ട ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം. അതിന്1 രൂപയും ചെലവില്ല. കേരള ബാങ്കിലൂടെ കടങ്ങൾ എഴുതി തള്ളി. ദേശസൽകൃത ബാങ്കുകളിലുള്ള കടം എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദേശീയ ദുരന്ത നിവാരണ ആക്ട് 2005 സെക്ഷൻ 13 പ്രകാരം അധികാരമുണ്ട്. ഒന്നെടുത്ത് പ്രയോഗിച്ചാൽ തീരാം. കേരളത്തിലെ ഈ ദുരന്തത്തെ ഏത് നിലവാരത്തിൽപ്പെടുത്തിയിരിക്കുന്നു? L0, L1, L2, L3 4 ഒന്ന് പറയാം. കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻറ്റ് വേണം, ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ പലയിടങ്ങളിലും പറയുന്നൊരു കാര്യം STRFൻ്റെ ഫണ്ടിൽ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കി തുക കയ്യിലുണ്ട്. നാട്ടിൽ ആർക്കും അറിയാവുന്ന കാര്യം, STRF ഫണ്ടിൽ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ഒറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഇപ്പോൾ അവിടെ പുനരധിവസിപ്പിക്കേണ്ട ആളുകൾക്കുള്ള വാടക 6000 രൂപ വീതം 800ഓളം കുടുംബങ്ങൾക്ക് മാസം തോറും കൊടുക്കുന്നു. ഈ പണം STRFൽ നിന്ന് എടുത്തു കൊടുക്കാൻ അനുവാദം നൽകാമോ? ചോദ്യത്തിന് ഉത്തരം ക്ലിയറായി. ആ പണം ഇപ്പോൾ കൊടുക്കുന്നത് CMDRFൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അത് STRFൽ നിന്ന് എടുത്തു കൊടുക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല. വിവരമുണ്ട്, പക്ഷെ മിണ്ടിക്കൂടാ എന്ന് പറയുന്നത് പോലെ 677 കോടി രൂപയുണ്ട്. ഞാൻ പറയട്ടെ, 1023 പേർക്ക് അടിയന്തര സഹായമായി 10000 രൂപ കൊടുത്തു. ആ 10000 STRFൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 5000 കൊടുക്കാം, ബാക്കി 5000 CMDRFൽ നിന്ന് എടുക്കാം. ഈ തുക ഇവിടെ ഉണ്ട് എന്ന് കരുതി എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു അഡീഷണൽ അസിസ്റ്റൻസ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പണം STRFൻ്റെ മാനദണ്ഡങ്ങളില്ലാതെ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് കൂടി ചെലവഴിക്കാമെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് പകരം STRFൻ്റെ പണം. ഇന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടൊരു വാർത്തയുണ്ട്, കോടതി ചോദിച്ചു പോലും ഇതിന് ഓഡിറ്റിംഗ് ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഇതിന് ഓഡിറ്റുണ്ടോ, ഇതിന് കൃത്യതയുണ്ടോ? യഥാർത്ഥത്തിൽ STRF മുഖാന്തരം കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പണം ഓഡിറ്റ് ചെയ്യുന്ന ആരാന്നറിയാമോ? CNAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന ഫണ്ടാണ് STRF ഫണ്ട്. അത് കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, അത് കയ്യടിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ തന്നെയാണ്. കേരളത്തിന് പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല, അതങ്ങ് കൃത്യമായി പറഞ്ഞാൽ മതി. ഒരാശങ്കയും വേണ്ട. ഈ വരുന്ന വ്യാഴാഴ്ച കോടതിയുടെ മുമ്പാകെ കൃത്യം കണക്ക് കൊടുക്കും.
ഇന്നലെ ചോദിച്ച കണക്ക് ഇന്ന് അവതരിപ്പിക്കാൻ പോയപ്പോൾ കോടതിയുടെ മുമ്പിൽ ഫലപ്രദമായി അത് പറയുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുന്നുണ്ട്. കോടതിയുടെ തീർച്ചയായിട്ടും കോടതി അടുത്ത വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ വിശദാംശം കൃത്യമായി 4 ദിവസം തന്നിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ അത് കൃത്യതയോടുകൂടി അറിയിക്കും. അപ്പോൾ അതുമ്മിലും പിടിക്കാൻ നോക്കുകയാണ്. ഒരു മുൻ കേന്ദ്രമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ബിജു കേട്ടല്ലോ. ഇത് കേവലം 3 വാർഡുകൾ, 10, 11, 12 അങ്ങനെയാണോ? 6 ദശലക്ഷം മെട്രിക് ടൺ ഡബ്രി ചളി ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തവും സമീപ ഭൂതകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 6 ലക്ഷം മെട്രിക് ടൺ ചളി ഉണ്ടായ ഒരു ദുരന്തം വേറെ പറയട്ടെ, പിന്നെ അത് 3 വാർഡിലുണ്ടായ ദുരന്തമായിട്ട് പറയാം. ഇതിപ്പോ ഒന്നുമില്ല, കേരളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും നമുക്ക് മുമ്പിൽ തോന്നുന്നില്ല. ഇതൊക്കെ പഠിച്ച് വേണം ഇത് തരാമെന്നാണല്ലോ പറയുന്നത്. ത്രിപുരയിൽ IMCT ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്നിറങ്ങുമ്പോൾ 40 കോടി പ്രഖ്യാപിച്ചു. അല്ല, ത്രിപുരയ്ക്ക് 400 കിട്ടിക്കോട്ടെ, പ്രശ്നമില്ല. കാരണം അവിടെ കൊടുക്കണം. പക്ഷേ കേരളം എന്ത് കുറ്റം ചെയ്തു? കേരളം അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ കേരളം എന്ത് പ്രശ്നം ഉണ്ടാക്കി? അങ്ങ് കേട്ടിട്ടുണ്ടാവും, സുപ്രീം കോടതി ബംഗാൾ ക്ഷാമകാലത്ത് ഒരു സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോടതി നിരീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾ നിരീക്ഷിച്ചു, കോടതി ഒരു കാര്യം യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ് കൃത്യമായ മറുപടിയും പറയും. പക്ഷേ സുപ്രീം കോടതി നടത്തിയൊരു നിരീക്ഷണമുണ്ട്, സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ജൈവികമാക്കണം. 1. 2, കോടതി വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു, സംസ്ഥാനത്തൊരു ദുരന്തമുണ്ടായാൽ അതിലിടപെടേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ റോൾ ഒരു ഗാർഡിയൻ ഏഞ്ചലിന്റെ റോളായിരിക്കണം. ഒരു രക്ഷകർത്താ